എൻ്റെ പേര് പോൾ കറുകപ്പിൽ നിന്നാണ്. പ്രവാസി കോൺക്ലേവ് എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ പൊക്കാനയുടെ മുൻ പ്രസിഡൻ്റാണ്. മറൈൻ ഡ്രൈവ് ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. റോയൽ ബേക്കറിയുടെ ഫ്രണ്ടിലെല്ലാം കഞ്ചക്ഷനായിട്ട് ആ ബസ് ഡിപ്പോയുടെ ആ ഏരിയ മൊത്തം ഈ പെട്ടിക്കടകൾ കൊണ്ട് കഞ്ചക്ഷനായിട്ട് നടക്കാൻ പോലും സാധിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരും അമേരിക്കയിൽ നിന്നും ആളുകളെല്ലാം വന്ന് ഏറ്റവും നല്ല സ്ഥലത്ത് അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം മേടിച്ച് എല്ലാം വെക്കേഷനിലൊക്കെ വന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഞാൻ അറിയുന്നത്. ഞാൻ വെറുതെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഇരുന്നത്. അപ്പോഴാണ് ഇന്ന് ഇതെല്ലാം പോയപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വെൻഡേഴ്സിനെ കൊണ്ട് അവിടെ പുതിയ പെട്ടിക്കടകൾ വരിക എന്നുള്ളത്. അത് അവരെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ പറയില്ല. അത് നല്ല രീതിയിൽ നല്ല ഏരിയയിൽ സ്ഥലം കൊടുത്തിട്ട് ഈ നമ്മുടെ ടൂറിസ്റ്റ് ഏരിയ ആയ മറൈൻ ഡ്രൈവിൽ ഷൺമുഖൻ റോഡിൽ നിന്ന് ആ പെട്ടിക്കടകൾ വെക്കുന്ന ഇത് നമ്മുടെ മേയറും ഇവിടെ MP-മാർ MLA-മാർ എല്ലാവരും അത് സഹകരിച്ച് അവിടുന്ന് മാറ്റണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഇത്ര നല്ല മനോഹരമായ സ്ഥലത്ത് വെൻറ്റേഷന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് ദോഷം വരും. ഇപ്പം തന്നെ നമ്മൾ ഈ ബ്രോഡ്വേ എല്ലാം നടക്കുമ്പോൾ തന്നെ ആളുകളെ കൊണ്ട് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്താണ് ഈ വെൻറ്റേഷൻ്റെ പെട്ടിക്കടൽ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് നമ്മുടെ ഗവൺമെൻറ് അതിൽ ഇടപെട്ട് അത് നല്ല രീതിയിൽ നല്ല സ്ഥലങ്ങളിലേക്ക് ഒരു ബിസിനസ് ഏരിയയിലേക്ക് അവർക്ക് കൊടുത്ത് അവരെ പെട്ടിക്കടകൾ നമ്മൾ വെക്കണ്ട എന്ന് പറയുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ ഈ ഷൺമുഖൻ റോഡിൻ്റെ സൈഡ് വാക്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾ നോക്കിയാലും ഇപ്പം നമുക്ക് തന്നെ നമ്മൾ അത് ചെയ്യണ്ട എന്നുള്ള ഇതല്ല. പക്ഷേ ആ ഷൺമുഖൻ റോഡിൽ വാക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്ത ആ ഏരിയയിൽ ഇപ്പോൾ ഈ വെൻഡേഴ്സ് പെട്ടിക്കടകൾ വന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് നമുക്ക് ഒരു പാർട്ടി വ്യത്യാസമില്ലാതെ നമ്മൾ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അത് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.